നമ്മൾ ഇന്നൊരു കൂന്തൽ റോസ്റ്റാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ കൂന്തൽ വെട്ടി കഴുകിയൊക്കെ വൃത്തിയാക്കി മഞ്ഞളും ഉപ്പും തിരുമ്പിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ചതാണ്. അപ്പോൾ പുറത്തേക്ക് എടുത്തു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സവാളയും കൊച്ചുള്ളി വരെ പോലെ എടുത്തിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ ഒരു കാശ്മീരി മുളക് പൊടിയാണ്, അത് വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് കുറച്ച് കളറ് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊച്ചുള്ളി, വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെറും കൊച്ചുള്ളി മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം എടുത്തിരുന്നു, അതും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഉള്ളി രണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വാടണം കേട്ടോ. അപ്പോൾ കുക്കറൊന്ന് ഒരു വിസിലടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വാടി കിട്ടും. അപ്പോൾ അത് നന്നായി വാടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുത്തു. പിന്നെ ആ ഒരു ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നാരങ്ങ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂന്തൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം, തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഇത് ഒരു വിസിൽ ഹൈയിലും 2 വിസിൽ ലോയിലും അടുപ്പിച്ചെടുത്തുട്ടോ. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ റെഡിയാക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.